BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊച്ചി അമ്പലമുകൾ BPCLലെ LPG ബോട്ടിംഗ് പ്ലാന്റിൽ ഡ്രൈവർമാരുടെ മിന്നൽ പണിമുടക്ക്. ഇതോടെ 7 ജില്ലകളിലേക്കുള്ള 140ഓളം ലോഡ് സർവീസുകൾ മുടങ്ങി. ഡ്രൈവറെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ലോഡുമായി പോകുന്ന തൊഴിലാളികൾക്ക് മതിയായ സംരക്ഷണം നൽകണമെന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. ബുധനാഴ്ചയാണ് കൊടകരയിൽ പൈസയുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ ഡ്രൈവറെ ലോഡിംഗ് തൊഴിലാളികൾ മർദ്ദിച്ചത്. സിലിണ്ടർ ഇറക്കിയതിന് കൂടുതൽ തുക ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. പരിക്കേറ്റ ഡ്രൈവർ ശ്രീകുമാർ ആദ്യം തൃശൂരിൽ ചികിത്സ തേടിയെങ്കിലും വൈകുന്നേരത്തോടെ സ്ഥിതി വഷളായതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നവജാത ശിശുവിനെ അമ്മ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ബഹുനില ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്കെറിഞ്ഞ കേസിൽ പ്രതിയായ യുവതിയെ അതിജീവിത എന്ന് പരാമർശിച്ച കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പരാമർശത്തിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. കമ്മീഷണർ S. ശ്യാംസുന്ദറിന്റെ ഈ പരാമർശത്തെക്കുറിച്ച് അന്വേഷിച്ച 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. പൊതുപ്രവർത്തകൻ ജോമോൻ പുത്തംപുരയ്ക്കലിന്റെ പരാതിയിലാണ് നടപടി. കഴിഞ്ഞ 3 രാവിലെയാണ് വീട്ടിൽ വെച്ച് രഹസ്യമായി യുവതി പ്രസവിച്ചത്. പ്രസവത്തിന് പിന്നാലെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. കേസിൽ അറസ്റ്റിലായ യുവതി റിമാൻഡിലാണ്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണിവർ. സംഭവം നടന്നതിന് പിന്നാലെ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെയായിരുന്നു കമ്മീഷണർ യുവതിയെ അതിജീവിത എന്ന് വിശേഷിപ്പിച്ചത്. എറണാകുളം മരടിൽ വൻ രാസലഹരി വേട്ട. വിൽപ്പനയ്ക്കായി എത്തിച്ച രാസലഹരിയാണ് പിടികൂടിയത്. സംഭവത്തിൽ വൈറ്റ്ല സ്വദേശി നിംസാനാണ് പിടിയിലായത്. കൊച്ചി സിറ്റി ഡാൻസ് ഫാമും മരട് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 23.40 ഗ്രാം രാസലഹരി പിടികൂടിയതായി അധികൃതർ അറിയിച്ചു. കൊച്ചി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദറിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. തൈക്കുടം ഓവർബ്രിഡ്ജിന് സമീപത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ആശങ്ക പടർത്തി എറണാകുളം ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വിവിധയിടങ്ങളിലായി 48 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഇതിനു പുറമെ എലിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ബോക്സ്, മലേറിയ എന്നീ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തു. പനി പടരുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ചിക്കൻ ബോക്സ് 45, മഞ്ഞപ്പിത്തം 34, എലിപ്പനി 7, മലേറിയ 4 എന്നിങ്ങനെയാണ് മറ്റ് പനി കണക്കുകൾ. കളമശ്ശേരി, പൊന്നുരുന്നി, ചൂർണിക്കര, തമ്മനം, കുട്ടമ്പുഴ, പല്ലാരിമംഗലം, തേവര, പിറവം, കീഴ്മാട്, അയ്യമ്പുഴ, പിഴല, കലൂർ, മുളവുകാട്, മുനമ്പം, ഗോത്തുരുത്ത്, കൂനമാവ്, വെണ്ണല, വരാപ്പുഴ, വെങ്ങോല, ബിനാനിപുരം, ചെറുവട്ടൂർ, മട്ടാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഡെങ്കിപ്പനി കേസുകൾ അധികവും. അതേസമയം പനി പടരുന്ന സാഹചര്യത്തിലും നഗരത്തിലടക്കം ഫോഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികളും അവതാളത്തിലാണ്. ഇതോടെ കൊതുകിന്റെ ശല്യവും രൂക്ഷമാണ്. ഇടവിട്ട് പെയ്യുന്ന മഴയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ പെറ്റുപെരുകാൻ കാരണം. മാലിന്യവും വെള്ളവും കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ സ്വയം ചികിത്സ ചെയ്യാതെ ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടുകയും വേണം. തൃക്കാക്കര, വാഴക്കുളം, കടയിരുപ്പ്, മഞ്ഞപ്ര എന്നീ പ്രദേശങ്ങളിലാണ് മലേറിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മണീട്, ആലുവ, വെങ്ങൂർ, മൂക്കന്നൂർ, രായമംഗലം, എടവനക്കാട് എന്നിവിടങ്ങളിലാണ് എലിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. കെട്ടിടത്തിന് പെയിന്റിങ്ങിനായി നിർമ്മിച്ച ഇരുമ്പ് ഫ്രെയിമാണ് തകർന്നു വീണത്. ഇരുമ്പ് ഫ്രെയിം തൊഴിലാളിയുടെ ദേഹത്തേക്ക് വീണാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. അപകടത്തിൽ ഉത്തമിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഗോവണിക്കുണ്ടായ ബലക്ഷയമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. രാവിലെ 10 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഉത്തമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കെട്ടിടത്തിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിലൊരാളുടെ പരിക്ക് ഗുരുതരമാണ്. കൊച്ചി ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള സ്മാർട്ട് സിറ്റി മേഖലയിലാണ് അപകടമുണ്ടായത്. നിർമ്മാണത്തിലിരുന്ന 24 നില കെട്ടിടത്തിന്റെ പെയിന്റിങ്ങിനായി സ്ഥാപിച്ച ഇരുമ്പ് ഫ്രെയിം നിലം പതിച്ചാണ് അപകടമുണ്ടായത്.
കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള മസ്കറ്റ് വിമാനം റദ്ദാക്കി. രാവിലെ 8:50 മസ്കറ്റിലേക്കുള്ള യാത്രക്കാരുടെ ചെക്കിംഗ് നടപടികൾ പൂർത്തിയായതായിരുന്നു. എന്നാൽ അവസാന നിമിഷം വിമാന ജീവനക്കാർ ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി ജോലിയിൽ നിന്ന് മാറുന്നതോടെ വിമാനം റദ്ദാക്കേണ്ടി വരികയായിരുന്നു. വിമാനം റദ്ദാക്കിയതോടെ യാത്രക്കാർ ബഹളമുണ്ടാക്കി. ചിലർക്ക് മറ്റൊരു ദിവസത്തേക്ക് ടിക്കറ്റ് മാറ്റിക്കൊടുത്തു. മറ്റു ചിലർക്ക് ടിക്കറ്റ് റദ്ദാക്കി പണം തിരികെ നൽകുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം പുറപ്പെടേണ്ട കൊൽക്കത്ത വിമാനവും റദ്ദാക്കി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 4 സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയത്. ഷാർജ, അബുദാബി, ദമാം വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ ഇന്നലെ നടത്തിയ പ്രതീക്ഷിത സമരത്തിൽ രാജ്യത്താകെ 80-ലേറെ വിമാന സർവീസുകൾ മുടങ്ങിയതായാണ് റിപ്പോർട്ടുകൾ. ജീവനക്കാരുടെ സമരം ഇന്നും തുടരുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.